ഹലോ, നമുക്കിന്നൊരു മോര് കാച്ചിയതായാലോ? അതിനു വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു 3 പച്ചമുളക് കീറിയത്, കയ്യിൽ അല്പം കാന്താരി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തുള്ളൂ കേട്ടോ. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം സാദാ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. മഞ്ഞളിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായി വഴറ്റാം. അതിനുശേഷം അടിച്ചു വെച്ച മോരെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ തൈരാണുള്ളതെങ്കിൽ അതിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചോ ഇത് മോരാക്കി എടുക്കാം. ഇവയെല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരുത്തു പോവും, അതായത് കുറച്ച് വെള്ളവും കട്ടയുമായിട്ട്. ഇതിപ്പോൾ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് മാത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റു കറികളുടെ കൂടെയോ അതുമല്ലെങ്കിൽ നമുക്കിത് വെറുതെ എടുത്ത് കുടിക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.